ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുഴുവൻ കേസ് രേഖകളും SIT ഇഡിക്ക് കൈമാറി. രേഖകൾ ഇഡിക്ക് നൽകാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടിരുന്നു. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും കൊല്ലത്ത് നിന്ന്. ലിജോ, അപ്പോൾ ഉടൻ തന്നെ ഇഡി കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുമായിരിക്കുമല്ലേ? അമൃത, ഇന്ന് രാവിലെയോടുകൂടെയാണ് രേഖകൾ കൈമാറാനായി പ്രത്യേക അന്വേഷണ സംഘത്തിന് കോടതിയുടെ നിർദ്ദേശം കിട്ടിയത്. എല്ലാ രേഖകളും വൈകുന്നേരത്തോടുകൂടെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറുകയും ചെയ്തു. ഇതിന് പിന്നാലെ കാര്യമായ രേഖകളെല്ലാം കൃത്യമായി ഒന്ന് പരിശോധിച്ചതിന് ശേഷം ഒരുപക്ഷെ രാത്രിയോടുകൂടെ അല്ലെങ്കിൽ പുലർച്ചെ രാവിലെയോടുകൂടെ FIR രജിസ്റ്റർ ചെയ്യുമെന്നുള്ളതാണ് ഇഡിയുമായി ബന്ധപ്പെട്ടവരോട് സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്ന കാര്യം. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട 2 കേസുകളിലെയും FIRകൾ, ഒപ്പം തന്നെ മൊഴിപ്പകർപ്പുകൾ, റിമാൻഡ് റിപ്പോർട്ടുകൾ, ഇടയ്ക്ക് ഈ ചില വകുപ്പുകളൊക്കെ മാറ്റം ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സംബന്ധിച്ച രേഖകൾ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും എന്തായാലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ആവശ്യവും അത് തന്നെയായിരുന്നു. ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായ കണ്ടെത്തൽ. അതിൽ വലിയ രീതിയിൽ, അതായത് പല സംസ്ഥാനങ്ങളിലൂടെ ഈ സ്വർണം കൈമാറി വന്നതിൽ തന്നെ സംശയമുണ്ട്. അത് സംബന്ധിച്ച അന്വേഷണങ്ങൾ കൃത്യമായി നടത്തുന്നതിന് വേണ്ടിയായിരിക്കും ഇനി കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് ഇപ്പോൾ റിമാൻഡിലുള്ള പല പ്രതികളെയും വീണ്ടും ചോദ്യം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പോലും കോടതിയുടെ അനുവാദത്തോടുകൂടെ ഇഡി കടക്കുകയും ചെയ്യും. അമൃത.